ഇവിടെ ഈ വയസ്സായ വ്യക്തി ഇയാളുടെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലുള്ള ഒരു യുവാവിനെ സ്നൈപ്പർ വെച്ച് ഷൂട്ട് ചെയ്യാണ്. ഇയാളാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഷൂട്ടർ ആയിരുന്നു. ഇപ്പോൾ ഇയാൾ ഷൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ ആ യുവാവിന്റെ കയ്യിലുള്ള ബോട്ടിൽ പൊട്ടി ആ ചില്ലവന്റെ പ്രൈവറ്റ് ഏരിയയിൽ തട്ടാണ്. സോ അവിടെ മൊത്തം ആകെ ഡാമേജ് ആവുകയാണ്. എന്നാൽ ഈ വൃദ്ധൻ പുറത്തു വന്ന് ഒന്നും അറിയാത്തതുപോലെ ആൾക്കൂട്ടത്തിൽ നിൽക്കുകയാണ്. ആ പയ്യനെ ആണെങ്കിൽ ആളുകളെല്ലാം ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സോ അവർക്ക് ജീവനുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഈ വൃദ്ധനെ കുറിച്ച് സമാധാനമാവാണ്. അടുത്ത ദിവസം ഈ വൃദ്ധൻ വേറൊരാളെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. എന്നാൽ ആ ടൈമിൽ അയാളെ ഡയറക്റ്റ് ഷൂട്ട് ചെയ്യാതെ അയാളുടെ കാറിന്റെ ഡീസൽ ടാങ്കിനിട്ട് പൊട്ടിക്കുകയാണ്. സോ അതിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടെങ്കിലും ഇയാളുടെ ബാക്ക് ഏകദേശം കരിഞ്ഞു പോയിരുന്നു. ഇപ്പോൾ ഇത് അന്വേഷിക്കാൻ വന്ന പോലീസിന് ഈ വൃദ്ധന്റെ മേലെ ഒരു സംശയം വരാണ്. കാരണം ഇപ്പോൾ വെടികൊണ്ട രണ്ട് പയ്യന്മാരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. സോ ഈ വൃദ്ധൻ അവരെ രണ്ടുപേരെയും നിരന്തരം ഫോളോ ചെയ്തിരുന്നത് ഈ പോലീസ് CCTV വഴി കാണുകയാണ്. എന്നാൽ കുറ്റവാളി ഇയാളാണെന്ന് അറിഞ്ഞിട്ടും ഈ പോലീസുകാരൻ ഇയാളെ ഒന്നും ചെയ്യാതെ വെറുതെ വിടുകയാണ്. ശരിക്കും നടന്നത് എന്തെന്നാൽ ഈ വൃദ്ധനായ മനുഷ്യന് സ്വന്തമെന്ന് പറയാൻ ഒരു പേരക്കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ കാമവരെ വിളിച്ച ഈ രണ്ട് പയ്യന്മാർ അവളെ റേപ്പ് ചെയ്യാണ്. എന്നാൽ ഈ വൃദ്ധൻ പോലീസിൽ അത് കംപ്ലൈന്റ് ചെയ്തിട്ടും അയാൾക്ക് നീതി ലഭിച്ചില്ല. കാരണം ആ പയ്യന്മാരിൽ ഒരാളുടെ അച്ഛൻ പോലീസായിരുന്നു. സോ അങ്ങനെ തന്റെ പേരക്കുട്ടിക്ക് വേണ്ടി ഇയാൾ സ്വമേധ ആ പയ്യന്മാരെ ശിക്ഷിക്കുകയാണ്.